ഫിനാലേക്ക് പോവാണ്. അപ്പൊ എന്താണ് ഒരു സാഹചര്യത്തിൽ പറയാനുള്ളത്? ഫിനാലേക്ക് പോവാം. ഞാൻ മിക്കവാറും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ക്രിക്കറ്റ് കളിയിൽ കപ്പെടുത്തോണ്ട് ഓടിയാലും മിക്കവാറും ഞാൻ എടുത്തോണ്ട് ഓടാനാണ് സാധ്യത. അപ്പെടുത്ത് ഓടും. ആദ്യത്തെ ആഴ്ച പുറത്തായതിന്റെ വിഷമം തീർക്കാൻ വേണ്ടി കപ്പെടുത്ത് ഓടിയിട്ട് ഞാൻ പറയും വീട്ടിൽ വന്ന് വാങ്ങിച്ചോളാം. എന്താണ്ട് ചേട്ടൻ? അപ്പൊ നല്ലതാണ്. ആരാണ് ഒരു പ്രതീക്ഷയുള്ളത് കപ്പടിക്കാൻ? പ്രതീക്ഷ എനിക്ക് ഒരാളിൽ പ്രതീക്ഷയുണ്ട്. പക്ഷെ ഞാൻ പോയിട്ട് വന്നിട്ട് പറയാം. എന്നാലും സൂചന എന്തെങ്കിലും? ഈ സീസൺ 1 മുതൽ 6 വരെ ഞാൻ പ്രതീക്ഷിച്ച ആളിനാണ് കിട്ടിയിട്ടുള്ളത്. പക്ഷെ ഇപ്പൊ പറയുന്നില്ല. അത് ചിലപ്പോൾ സ്വാധീനിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പറയുന്നില്ല. അനീഷാണോ എന്ന് പറയാൻ പറ്റില്ല. ഷാനവാസാണോ പറയാൻ പറ്റില്ല. അനുമോളാണോ പറയാൻ പറ്റില്ല. ഈ ഇറങ്ങിയതിനു ശേഷം ഗെയിം മൊത്തം കണ്ടായിരുന്നോ? എല്ലാ പ്രാവശ്യം എല്ലാം ഒന്നും കാണാൻ പറ്റില്ലല്ലോ. നമ്മളെ ഓരോ ചെറിയ ചെറിയ യാത്രകളും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ എല്ലാ എപ്പിസോഡുകളൊന്നും കണ്ടിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. വിശേഷങ്ങൾ അറിയാറുണ്ട്. ആ വിശേഷങ്ങൾ വെച്ചിട്ട് വേണം അവിടെ ചെന്നൊന്ന് എല്ലാവരെയുമായിട്ട് ഒന്നുകൂടെ ഒന്ന് കാണാൻ. ഒരു വരവൂടെ വരേണ്ടി വരും എന്ന് പറയല്ലേ. ആ വരവായി എക്സൈറ്റ്മെന്റ് ആണോ? ഒന്നുമില്ല ഇത് ഒന്നാമത് പ്രതീക്ഷിച്ചാണല്ലോ ഒന്നുകൂടെ ചെല്ലുമെന്നുള്ളത്. ചെല്ലുമ്പോൾ എന്ത് ചെയ്യണമെന്നുള്ളതിന് ഒരു ചെറിയ കാര്യങ്ങൾ ആദ്യം ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നും കൂടി തോന്നും. കാരണം ചെയ്യാൻ പറ്റാത്തതെന്ന് പറഞ്ഞാൽ ചെയ്യാൻ അവസരം കിട്ടാൻ. അയ്യോ ഒന്നും പറയണ്ട. അവര് നമുക്ക് വാർക്കാൻ മുന്തിരിത്തോപ്പുകൾ കളിക്കല്ലേ. നോക്കാം നമുക്ക് അവിടെ ചെന്നിട്ട്. ശരിക്കുള്ളതായിട്ട് തോന്നുന്നുണ്ടായിരുന്നു. എവിടെ അങ്ങനെയൊക്കെ ശരിക്കും അത് ഇതെല്ലാം എങ്ങനെ അവിടെ പിടിച്ചു നിൽക്കാനുള്ള മാർഗങ്ങളാണ് അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രയോ അതിൽ കൂടുതലൊന്നും അതിനകത്തൊന്നും ഞാൻ കാണുന്നില്ല. അത് കാരണം ഈ ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു മനുഷ്യൻ, ബിഗ് ബോസിൽ ഒരു മനുഷ്യൻ, പുറത്ത് വേറൊരു മനുഷ്യൻ, ആ രണ്ട് മനുഷ്യനാവണം ഒരാൾ. അങ്ങനെയാണ് ഇതിന്റെ. അതാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്, മനസ്സിലാക്കുന്നത്. പോയിട്ട് വരാം, കാണാം. ഇത് നിങ്ങൾ എല്ലാവരും കാണുമെങ്കിൽ, ഞാൻ പോകുന്ന സ്ഥാനത്തെ ക്യാമറകൾ വർക്ക് ചെയ്യുമെങ്കിൽ നമുക്ക് വീണ്ടും കാണാം അതിലൂടെ. ഈ എങ്ങനെയാ മൊത്തം കണ്ടസ്റ്റൻസിന്റെ പെർഫോമൻസ് ഒക്കെ എങ്ങനെയാണ് ചേട്ടൻ വിലയിരുത്തുന്നത്? ഇപ്പൊ ഇറങ്ങിയിട്ട് ആശാവഹമല്ല. അത് പുറത്തായവരുടെ, അത് അകത്ത് നിൽക്കുന്നവരുടെ ആരുടെയും വലിയ ആശാവഹമായിട്ട് തോന്നുന്നില്ല. പുറത്തായതിന്റെ വിഷമത്തിൽ അല്ലെ പ്രതിഷേധത്തിൽ പറയുകയാണെന്ന് വിചാരിക്കേണ്ട. മൊത്തത്തിൽ ഒരു ഇപ്രാവശ്യം എപ്പിസോഡുകൾ കാണാൻ ഒരു ആവേശം തോന്നുന്നില്ല. അതാണ്, അതുകൊണ്ടാണല്ലോ കാണാൻ തോന്നണമെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും നമ്മളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന എന്തെങ്കിലും ഉണ്ടാവണ്ടേ. ഇത് ലോകരാജ്യങ്ങളിൽ പലയിടത്തും ഭക്ഷണത്തിന് വേണ്ടി അടി ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ എന്തെങ്കിലും കാരണങ്ങളും ഉണ്ടാവും. ഇവിടെ ഭക്ഷണത്തിന് വേണ്ടിയുള്ള അടി മാത്രമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ ദിവസവും ഒരു കാര്യം തന്നെ. നോക്കാം നമുക്ക്. പക്ഷേ ഇവർ ഗ്രാൻഡ് ഫിനാലെയൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ ലാസ്റ്റ് വീക്കൊക്കെ മനോഹരമാക്കും. അതാണ് ബിഗ് ബോസ് എപ്പോഴും ചെയ്തോണ്ടിരിക്കുന്നത്. കപ്പ് അടിക്കാൻ സാധ്യത അതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് PR എന്ന് പറയുന്ന വാക്ക് കേട്ടാൽ എനിക്ക് പീഡനം എന്നുള്ള വാക്ക് പോലെ വളരെ ദേഷ്യമായിട്ടാണ് തോന്നുന്നത്. PR ഇല്ലാത്തൊരു ചായ കിട്ടുമെങ്കിൽ അവിടെ പോയി വാങ്ങിച്ചു കുടിക്കാന്ന് വിചാരിച്ചു പോവാണ്. ഒരുപാട് പേര് പറയുന്നുണ്ട് അനുമോൾക്ക് PR ഉണ്ട്. അനുമോൾക്ക് PR മാത്രമല്ല, എന്തൊക്കെയോ ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല. കാറുണ്ട്, വീടുണ്ട്, ഫെയിമുണ്ട്, ഒരുപാടുണ്ട്. കാണുന്നേ ഇത് ആർക്കാണ് PR ഇല്ലാത്ത? ഇപ്പൊ എന്നെ കുറിച്ച് നിങ്ങളിപ്പോ എന്തെങ്കിലും പറഞ്ഞാൽ അതിന് എനിക്ക് PR എന്ന് പറഞ്ഞൂടെ? അത് കാശോടത്ത് ചെയ്യിക്കുമ്പോ സ്വാഭാവികമായിട്ട് ഒരാൾ വന്ന് എൻ്റെ അടുത്ത് വന്ന് വിശേഷങ്ങൾ പറയുമ്പോഴത്തേക്ക് അത് സ്വാഭാവികമായിട്ടുണ്ടാകുന്നത്. ഞാൻ കാശ് കൊടുത്ത് പറയണേന്ന് പറയുന്നത് വേണ്ട. അത് വേറെ രണ്ടും രണ്ടാണ്. എല്ലാവർക്കും ഉണ്ട്. ഇപ്പൊ എന്നെ കുറിച്ച് എൻ്റെ വീട്ടുകാരെന്നെ കുറിച്ച്, എൻ്റെ അമ്മ എന്നെ കുറിച്ച് പറയാം. അത് ചെറിയ PR അല്ല. മലയാളത്തിൽ വലിയൊരു ഷോക്ക് PR ഇല്ലാതെ നിലനിൽക്കാൻ കഴിയില്ല എന്നുള്ളൊരു. PR കൊണ്ട് നിലനിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം ഏത് സാമൂഹ്യ വിരുദ്ധനും ഈ ഷോയിൽ വരാൻ പറ്റുമെന്ന് എൻ്റെ ഒരു പ്രൂഫല്ലേ PR ഉണ്ടെങ്കിൽ. അങ്ങനെയല്ല വേണ്ടത്. ജെന്യൂനായിട്ട് ഉള്ളവരാണ്. PR ഉള്ളവരെ ഇതിൽ പങ്കെടുപ്പിക്കരുത് എന്നൊരു തീരുമാനം എടുക്കും. അങ്ങനെയുള്ള ആരെങ്കിലും വിജയിച്ചിട്ടുണ്ടോ? അറിയില്ല. ആദ്യകാലത്തൊക്കെ സംഭവിച്ചിട്ടുണ്ടാകും. ഇതൊക്കെ ഗ്രാജുവലി ഡെവലപ്പ് ചെയ്തോന്ന കേസല്ലേ. ഈ പ്രാവശ്യമൊക്കെ ആണെങ്കിൽ ഇതിൽ വളരെ കൂടുതലായിട്ട്. അതായത് ആദ്യത്തെ ഒന്നിന്റെ സീസണിലും സെക്കൻഡ് സീസണിലും തേർഡ് സീസൺ വരെ ഒന്നും ഇത് വലുതായിട്ടൊന്നും ഇല്ലായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇത് സംഭവം. ഇതൊരു മാർക്കറ്റിംഗ് ആയിട്ട് മറ്റൊരു വേറൊരു ഏരിയ ആയിട്ടും ഡെവലപ്പ് ചെയ്തു. ഓക്കെ, എന്തായാലും സെറ്റ് ആവട്ടെ. നമുക്ക് കാണാം. പോയിട്ട് വരുമ്പോഴേ ഇതുപോലെ കാണണേ. ബിൽഡപ്പ് ആയിക്കോട്ടെ.